ലിയും കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കൊക്കെ വെച്ചിട്ട് അവർക്ക് സ്കൂളിൽ എത്രാമത്തെ സ്ഥാനമാണെന്നൊക്കെ എഴുതുകയാണ്. മൊത്തം 220 കുട്ടികളൊക്കെ ആയിരുന്നു സ്കൂളിലുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ജീവൂന് 180ാമത്തെ റാങ്കും, ജൂണിന് 132ാമത്തെ റാങ്കും, ഹിയൂണിന് 162ാമത്തെ റാങ്കും, അതുപോലെ തന്നെ നമ്മുടെ ഗാമിന് 219ാമത്തെ റാങ്കുമായിരുന്നു. പക്ഷെ സെഹ്യൂണ് സ്കൂളിലെ തന്നെ രണ്ടാമത്തെ റാങ്കൊക്കെ ഉണ്ടായിരുന്നു. ഇനി മിഡ് ടൈമിന് 20 ദിവസം കൂടിയുണ്ട്. നിങ്ങൾ നന്നായി തന്നെ ഇപ്പോൾ പഠിക്കുവാനായിട്ടൊക്കെ തുടങ്ങുകയാണെങ്കിൽ റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കും നല്ല റാങ്ക് ഒക്കെ കിട്ടുന്നതായിരിക്കുമെന്നൊക്കെ ലിയും കുട്ടികളോട് പറയുന്നു. ജൂൺ ടീച്ചേഴ്സ് റൂമിന് മുമ്പിലൂടെ നടന്നു പോയ സമയത്തായിരുന്നു ടീച്ചറും ലീഡ് എടുത്ത് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ജൂണും കേട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്റ്റഡി ഗ്രൂപ്പിൽ 5 കുട്ടികളൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ. അവർ അടുത്ത എക്സാമിന് മാർക്കൊക്കെ മേടിച്ചിട്ട് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്കിനേക്കാളും ഒരു 10 റാങ്കൊക്കെ കൂടുതലായിട്ടൊക്കെ മേടിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനും ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് നിന്റെ കൂടെ തന്നെ നിൽക്കുന്നതായിരിക്കുമെന്നൊക്കെ ആയിരുന്നു ടീച്ചർ പറഞ്ഞത്. ജൂണും ഈ ഒരു കാര്യം കുട്ടികളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും 10 റാങ്ക് മുന്നിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളും ഇരിക്കുന്നു. പക്ഷേ ഗാമിന് ഏറ്റവും ലാസ്റ്റൊക്കെ ആണല്ലോ. അങ്ങനെ ഇരിക്കെ 10 റാങ്ക് മുന്നിൽ വരുവാനായിട്ട് അവന് വളരെയധികം ഈസി ആയിരിക്കുമെന്നാണ് അവർ പറയുന്നതും. അതേസമയം സെഹ്യൂൺ ഇപ്പോൾ തന്നെ രണ്ടാം സ്ഥാനമൊക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ അവൻ എങ്ങനെയാണ് 10 റാങ്കൊക്കെ മുന്നിൽ വരിക? അവനും ഒന്നാം റാങ്കൊക്കെ മേടിക്കേണ്ടതായിട്ട് വരുമോ എന്നൊക്കെ അവരും സംശയിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു സെഹ്യൂണും ഒരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ അവനും പെട്ടെന്ന് തന്നെ പോകുന്നു. സ്കൂളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ പണിക്ക് വരുവാനായിട്ടായിരുന്നു സെഹ്യൂണെ അച്ഛൻ കോൾ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ സെഹ്യൂണും പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. സ്കൂളിലെ റിസൾട്ട് ഒക്കെ വന്നപ്പോഴത്തേക്കും അവന് ഫുൾ മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് അസൂയ പോലും തോന്നി. അവനും വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലേക്കൊക്കെ മടങ്ങി എത്തുമ്പോഴത്തേക്കും ഒരാൾക്കൂട്ടമൊക്കെ ആയിരുന്നു അവനും വീടിന് മുമ്പിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അവന്റെ അമ്മ കുറച്ച് തട്ടിപ്പുകാരുടെ അടുത്തൊക്കെ അറിയാതെ കൊണ്ടുപോയി കാശൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കുറെ അധികം പണമൊക്കെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ പേരിൽ അച്ഛനും അമ്മയും കൂടി ആക്ക വഴക്കായിട്ട് പോലീസൊക്കെ വന്നിട്ടാണ് അവർ പിടിച്ചു മാറ്റുന്നത് പോലും. നേരത്തെ സെഹ്യൂന്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടിക്ക് അവന്റെ മാർക്കൊക്കെ കണ്ടിട്ട് അസൂയ തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ ആ ഒരു കുട്ടിയും ഈ ഒരു അവസരമൊക്കെ മുതലാക്കിക്കൊണ്ട് സെഹ്യൂന്റെ കയ്യിൽ പണമൊന്നും ഇല്ല എന്നും അവൻ പിച്ചക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള കുട്ടികളുടെ അടുത്ത് പോലും സെഹ്യൂനെ നാണം കെടുത്തിയിട്ടുണ്ടായിരുന്നു. സെഹ്യൂണും അതൊക്കെ ഓർത്തുകൊണ്ട് നടന്നു പോകുന്ന സമയത്താണ് ഹീവോണും അവന്റെ അടുത്തേക്കൊക്കെ ഓടിച്ചെല്ലുന്നത്. നമുക്കൊന്നിച്ച് നടന്നു പോയാലോ എന്നൊക്കെ ഹിയോൺ ചോദിക്കുമ്പോഴത്തേക്കും സെഹ്യൂണും എന്നാൽ ഒന്നിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ നടക്കുകയൊക്കെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോയപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അവിടെ പരം പോവുക പോലും ഇല്ലായിരുന്നു. എന്തായാലും നീ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നീ പോലീസിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഹ്യൂൺ സംസാരിക്കുമ്പോഴത്തേക്കും അതിന് മാത്രം ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ചെയ്തതെല്ലാം തന്നെ ഗാമിനാണ്. അവനാണ് അത്രയും വലിയ ഗുണ്ടകളൊക്കെ ഇടിച്ച് നിരപ്പാക്കിയത്. മാനേൻ സ്കൂളിനെ പോലും അവൻ രക്ഷിച്ചു. അവനെ കാണുമ്പോഴത്തേക്കും കോമിക് ബുക്കിലൊക്കെ വരാറുള്ള സൂപ്പർ ഹീറോനെയാണ് എനിക്ക് ഓർമ്മ വരിക. അങ്ങനെ ഇരിക്കെ ഞാൻ വെറുമൊരു സൂപ്പർ ഹീറോയുടെ ഫ്രണ്ട് നമ്പർ 3 മാത്രമല്ല എന്ന രീതിക്കൊക്കെ സിഹോൺ ചോദിക്കുമ്പോഴത്തേക്കും അവൻ സ്വന്തമായിട്ട് തന്നെ എത്രത്തോളം തരം താഴ്ത്തിയാണ് തന്നെ കാണുന്നതെന്ന കാര്യം എല്ലാം തന്നെ ഹീവോണ്ടും മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുവാനായിട്ടൊന്നും തന്നെ പാടില്ല. അന്ന് വീഡിയോ അടങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പ്യൂട്ടറൊക്കെ നീ ഡിസിപ്ലിനറി കമ്മിറ്റി അംഗങ്ങളുടെ മുമ്പിൽ വെച്ചാണ് നശിപ്പിച്ചത്. നീ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ. ഗാമിൻ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് വെച്ച് നീ ഒട്ടും തന്നെ മോശമല്ല. നീയും അവനൊപ്പം ഇംപ്രസീവ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹ്യൂണും അവനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. ഇവരിങ്ങനെ സംസാരിച്ച് നടന്നു വരുന്ന വഴിക്കായിരുന്നു നേരത്തെ ഒന്നാം റാങ്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കിമ്മും കിമ്മിന്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഹിയുടെ ഫ്രണ്ട്സും കൂടെ ഒന്നിച്ചിരിക്കുന്നതൊക്കെ അവരും കാണുന്നത്. കിമ്മിന്റെ ഒരു ഫ്രണ്ട് സെഹുനെ പിടിച്ചു നിർത്തുകയും കിമ്മ് അവന്റെ തലക്കെട്ടൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ അവനെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിവൺ വരുമ്പോഴത്തേക്കും ഹീ കൂടി അതിനിടയ്ക്ക് കയറി ഇടപെട്ടിട്ട് ഹിവണിനെയും തല്ലുന്നു. ഇവർ രണ്ടുപേരും തോൽവികളാണ്. അങ്ങനെ ഇരിക്കെ ഇവർക്ക് ഇവരെ പോലും രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരുന്നത്. മാത്രമല്ല ഈ ഒരു സമയത്ത് രക്ഷപ്പെട്ടു പോകുവാനായിട്ട് സിഹോൺ കൂടെ ഉണ്ടായിരുന്ന പയ്യന്റെ കയ്യിലൊക്കെ കടിക്കുന്നുണ്ടെങ്കിൽ പോലും കിമു അവനെ അടിച്ചിടുന്നു. നീ വെറുതെ ആള് കളിക്കുവാനായിട്ടൊന്നും നിൽക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും നീ ഗാമന്റെ വെറുമൊരു നായ മാത്രമാണ്. എന്തായാലും സൈഹോണെ നല്ല രീതിക്കൊന്ന് പെരുമാറിയിട്ടൊക്കെ വിട്ടാലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഹിവോണിനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുവാനായിട്ട് കിം ശ്രമിക്കുന്ന സമയത്ത് അവർ മുമ്പിലായിട്ടൊക്കെ ഗാമനും വന്ന് നിൽക്കുന്നു. സ്റ്റോൺ പേപ്പർ സീസേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ഗാമൻ നിൽക്കുന്ന സമയത്ത് എന്താണ് സംഭവം എന്ന് പോലും മനസ്സിലാക്കാതെ നിന്നിട്ടുണ്ടായിരുന്ന കിമ്മിനിട്ടൊക്കെ നേരത്തെ എങ്ങനെയാണോ സെഹുണെ കിം അടിച്ചത് അതേ രീതിക്ക് തന്നെ അടിയൊക്കെ കൊടുക്കുകയാണ്. ഈ ഒരു അടിയിൽ തന്നെ കിമുൻ തെറിച്ചു വീഴുന്നു. പിന്നീടും ഗാമൻ ഒന്ന് രണ്ട് അടി കൂടി അവരിട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികളും അതിന്റെ വീഡിയോസും മറ്റുമൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും എന്റെ ഫോട്ടോസ് ആരും എടുക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗാമനും അവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഫോണൊക്കെ പിടിച്ചു വാങ്ങിച്ചിട്ട് അതെല്ലാം തന്നെ ഡിലീറ്റും ചെയ്യുന്നു.
ഗാമിനോ സെഹുണെ കൂട്ടിക്കൊണ്ടൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സെഹുണ് മൊത്തത്തിൽ ഒരു നാണക്കേടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മളെ തന്നെ ഒടുവിൽ ജയിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗാമിൻ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും തോറ്റുപോയവരാണ്, നീ മാത്രമാണ് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഗാമിന്റെ കൂടെ കൂടാതെയൊക്കെ ആയിരുന്നു സെഹുണം പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സെഹുണം തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അച്ഛനും അവനെ തല്ലുകയാണ്. നേരത്തെ സ്കൂളൊക്കെ വിട്ടിട്ട് നേരെ പണിക്ക് വരണമെന്നായിരുന്നല്ലോ അച്ഛൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനും അവിടെ വരുവാനായിട്ട് സാധിച്ചില്ല. അതിന്റെ ദേഷ്യമൊക്കെയാണ് അച്ഛനുള്ളത്. മാത്രമല്ല, അമ്മ ഒരുപാട് കടമൊക്കെ വരുത്തി വെച്ചിട്ടുണ്ടെന്നും അതൊക്കെ നീ വേണം വീട്ടുവാനെന്നൊക്കെ അച്ഛൻ അവനോട് പറയുമ്പോഴത്തേക്കും അവനും പണമെല്ലാം തന്നെ തന്നോളാം എന്നൊക്കെ അച്ഛനോട് പറയുന്നുണ്ട്. എന്റെ മുഖത്തുള്ള ചോര കണ്ടിട്ട് പോലും അച്ഛൻ ഒന്നും തന്നെ ചോദിക്കുവാനായിട്ടില്ലേ എന്നൊക്കെ സെഹോൺ ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ അമ്മ സംസാരിക്കുന്ന പോലെ എന്റെ അടുത്ത് സംസാരിക്കുവാനായിട്ട് നോക്കരുതെന്നൊക്കെ പറഞ്ഞ് അച്ഛനും ആകെ ദേഷ്യപ്പെടുന്നു. അച്ഛൻ എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അമ്മ ഉണ്ടാക്കി വെച്ച കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാറുള്ളത്. പക്ഷെ നിങ്ങളുടെ ഭാര്യ ആയതിനു ശേഷമാണ് അത് എന്റെ അമ്മ ആയതെന്നൊക്കെ സെഹോൺ ദേഷ്യപ്പെട്ട് അച്ഛന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്നും ഇറങ്ങി പോകാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ അപ്പോഴേക്കും വീടിന് വെളിയിലായിട്ട് തന്നെ ഗാമൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ 10 മണിയാവാറായി. ഈ ഒരു സ്ഥലം സേഫ് അല്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വാ. നമുക്ക് രണ്ടുപേർക്കും കൂടി ടാക്സിയിൽ എന്റെ വീട്ടിലൊക്കെ പോകാം. അങ്ങനെ ഇരിക്കെ എനിക്ക് 10 മണി ആകുന്നതിന് മുമ്പായിട്ട് തന്നെ വീട്ടിലും എത്തുവാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഗവൺ നിൽക്കുമ്പോഴത്തേക്കും ടാക്സിക്ക് കൊടുക്കാനുള്ള പണം ഒന്നും തന്നെ എന്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് സെഹോണ് നിൽക്കുന്നു. പക്ഷെ പണമൊക്കെ ഞാൻ കൊടുത്തോളാം, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് പരസ്പരം സഹായിക്കേണ്ടവരല്ലേ എന്നൊക്കെ ഗവൺ പറയുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് പരസ്പരം സഹായിക്കേണ്ടവർ തന്നെയാണ്, നീ എന്നെ ഒരുപാട് സഹായിക്കുന്നുമുണ്ട്. പക്ഷേ എനിക്ക് നിനക്കായിട്ട് ഒരു സഹായം പോലും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ എന്റെ കാര്യം തനിയെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെഹ്യുണും പിണങ്ങി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ 10 മണിയാകാൻ 10 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അമ്മയുടെ ഒരു മെസ്സേജ് കൂടി അവൻ കാണുന്നു. സെഹ്യുൺ തനിച്ച് നടന്നു വരുമ്പോഴത്തേക്കും വഴിയിൽ വെച്ച് കിമ്മിനെയൊക്കെ കാണുകയാണ്. എങ്കിൽ പോലും സെഹ്യുണും ഒളിച്ചൊക്കെ നിൽക്കുന്നു. ഇനി ഗാമിനും വണ്ടിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ കിമ്മിന്റെ മുമ്പിലായിട്ട് തന്നെ സെഹ്യുണും വന്ന് പെടുന്നു. ഇന്ന് ഞാൻ ശരിക്കും നിന്നെ പഞ്ഞിക്കിടുവാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിം വളരെയധികം ദേഷ്യത്തിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇയർഫോൺ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന സെഹ്യോന്റെ ഫോണിലേക്ക് ഒരു കോളൊക്കെ വരുന്നു. അവനും ആ ഒരു കോളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ കിം അവനെ തല്ലുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവൻ കുനിയുന്നു. വീണ്ടും കിം തല്ലുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനും ഓരോരോ ഡയറക്ഷൻസ് ഒക്കെ മാറി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ കിമിന്റെ ഒരു തല്ല് പോലും അവൻ കൊള്ളുന്നില്ല. വീണ്ടും കിം തല്ലുവാനായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും സെഹ്യോണും കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ അവന്റെ നേർക്ക് വീശിയിട്ട് അവനൊട്ടും ഇടിക്കുന്നു. അങ്ങനെ ഇരിക്കെയായിരുന്നു ഒരു ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന ഗാവിനെ സെഹോൺ കാണുന്നത്. ഗാവിൻ അവനെ കോൾ ചെയ്തിട്ട് എങ്ങോട്ടേക്കാണ് തിരിയേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം തന്നെ സെഹോണും പറഞ്ഞു കൊടുക്കുകയാണ്. സെഹോണും അതനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നതും. അങ്ങനെ സെഹോണും 3-4 ഇടിയൊക്കെ ഇടിച്ചതിന് ശേഷം പിന്നീട് ഈ ഒരു കണക്ഷനൊക്കെ കട്ടായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഗാമിൻ പറയുന്നത് സെഹോണ് കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു സമയത്ത് സെഹോണും ഒരുപാട് തല്ലൊക്കെ മേടിച്ചു കൂട്ടുന്നു. അപ്പോഴായിരുന്നു ഗാമിന്റെ ഫോണിലെ ചാർജൊക്കെ തീർന്നു പോയതായിരുന്നു എന്നൊക്കെ അവനും മനസ്സിലാക്കുന്നത്. സോ അവനും നിന്നിട്ടുണ്ടായിരുന്ന ബിൽഡിങ്ങിൽ നിന്നും നേരെ സ്റ്റെപ്പ് വഴിയൊക്കെ ഇറങ്ങി ഓടുകയാണ്. ഒരു എക്സാമിന് ഏറ്റവും കൂടുതൽ സന്തോഷമൊക്കെ തോന്നുന്ന ഒരു കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കൊക്കെ കിട്ടുമ്പോഴായിരിക്കില്ല, മറിച്ച് നമുക്കൊരു സർക്കിളൊക്കെ വരയ്ക്കുവാനായിട്ട് സാധിക്കുമ്പോഴത്തേക്കുമാണ് എന്നൊരു കാര്യമൊക്കെ ആയിരുന്നു ഗാമിൻ പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടുന്ന സമയത്ത് ഏതൊക്കെ ചോദ്യങ്ങളാണ് അറിയാവുന്നതെന്നൊക്കെ നോക്കുമല്ലോ. അങ്ങനെ നോക്കുന്ന സമയത്ത് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു സർക്കിളൊക്കെ ഇട്ട് വെക്കുക. അതാണ് ഗാമിൻ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ ഒരുപാട് തലൊക്കെ സെഹ്യോണിന് കിട്ടുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലായിട്ട് സെഹ്യോണും നേരെ നിന്നിട്ട് കിമ്മിനിട്ട് തലവച്ചൊരു ഇടിയൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കിമ്മിന്റെ ബോധമൊക്കെ പോകുന്നു. ആ ഒരു സമയത്തായിരുന്നു ഗാമിനും സെഹ്യോന്റെ അടുത്തേക്കൊക്കെ ഓടി എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.